ഇപ്പോൾ കഴിഞ്ഞ സർക്കാർ വന്നതിന് ശേഷം അത് കുറച്ചുകൂടെ അവർ എന്താ പറയുക ഒരു സെൻസർ ബോർഡിന് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് വളരെ ബാലിശമായിട്ടുള്ള, അതായത് ഒരു പവർ, നമ്മുടെ ഒരു പവറുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെയൊക്കെ ചെയ്യും എന്ന് പറയുന്നത്, അതുകൊണ്ട് അത് നിൽക്കില്ല. ഇപ്പം നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല, കേരള ഗവൺമെൻറ് ഈ പടങ്ങളെല്ലാം കാണിക്കാൻ തീരുമാനിച്ചു. സോ അതുകൊണ്ട് അതങ്ങനെ ഇതിന് റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ അവിടെ ഇരുന്നവർ കുറച്ച് പടങ്ങൾ അവർ ബാൻ ചെയ്തു പറഞ്ഞാൽ നമ്മൾ കാണിക്കും. ഇത് ബംഗാളിൽ കഴിഞ്ഞ ഫെസ്റ്റിവലിന് ഇതേപോലെ സംഭവിച്ചു. അവിടെ ഗൗതം ഘോഷിന്റെ നേതൃത്വത്തിൽ ഈ പടം കാണിക്കാൻ തീരുമാനിച്ചു. ഒരു പടം കാണിച്ചു. കാര്യം ഫെസ്റ്റിവലിൻ്റെ നോംസ് അനുസരിച്ച് നമുക്ക് പടം കാണിക്കാം. സെൻസർഷിപ്പ് ഡിമാൻഡ് ചെയ്യുന്നതില്ല. ഒന്ന്. രണ്ട്, നമ്മളൊരു സെൽഫ് സെൻസർഷിപ്പ് നമ്മൾ എടുക്കാറുണ്ട്. ഈ സിനിമകൾ മുഴുവൻ ഇവിടെ കമ്മിറ്റികൾ കാണും. അതിനകത്ത് ഈ രാജ്യത്തിനെതിരായിട്ടോ അല്ലെ ഒരു രാജ്യത്തിലൊരു ടെററിസ്റ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് വളർത്തുന്ന എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പ്രിലിമിനറി ജൂറിയും അത് കഴിഞ്ഞിട്ടുള്ളൊരു ഫൈനൽ ജൂറി അങ്ങനത്തെ പടങ്ങൾ എടുക്കാറില്ല. അപ്പം നമ്മൾ ആക്ച്വലി ഒരു സെൽഫായിട്ട് നമ്മൾ അങ്ങനത്തെ സ്ക്രീനിങ് നടത്തുന്നുണ്ടെന്നുള്ളതാണ് പരമാർത്ഥം. ഇതൊരു പവർ, അതൊരു പവർ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് കുറേ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഇവർക്കൊരു ജോലി കൊടുത്തപ്പം ആ ഉദ്യോഗസ്ഥന്മാരുടെ അധികാരം കാണിക്കാനായിട്ട് ചെയ്യുന്നുള്ളതല്ലാതെ ഇത് വളരെ ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. പിന്നെ ഇത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ചില സയൻസാണ്. അതായത് ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനെ ഏത് ഘട്ടത്തിലും ഞങ്ങൾ തടയും എന്ന് പറയുന്നതിൻ്റെ ചില സൂചനകളാണ്. ആ സൂചനകളെ നമ്മൾ ഭയപ്പെടണം. പക്ഷേ ഇതിനൊന്നും നിയമം ഉണ്ടാക്കാനോ നാളെ ഇതെല്ലാം കേരളത്തിലെ ഫിലിം ഫെസ്റ്റിവൽ നിർത്തിക്കളയാമെന്നും എന്നൊന്നും ഒരു ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും തീരുമാനിക്കാൻ പറ്റുന്നതല്ല.